നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തരം തെറ്റി കഴിഞ്ഞാലും അപ്പുറത്തെ ആളിനെ ഒന്ന് സ്നേഹ കൂടുതൽ കാരണം അങ്ങനെ പറയണമെന്നില്ല. സത്യസന്ധമായിരിക്കണം ഉത്തരങ്ങൾ. ഓക്കെ, തീർച്ചയായിട്ടും ഉടായിപ്പ് ഇറക്കരുത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് ആര്? അയ്യോ, അവിടെ തന്നെ പോയി. മധുചേട്ടൻ പറയുന്നത് ചേച്ചിയാണെന്നാണ്, ചേച്ചി പറയും മധുചേട്ടനാണെന്നാണ്. മിക്ക ദിവസവും അവിടെ പാഴ്സൽ വരാറുണ്ട്. അപ്പൊ ആരോ ഓർഡർ ചെയ്യുന്ന ചോദിക്കുമ്പോ ദിവ്യാണ്. അയ്യോ, ചേച്ചി മധുചേട്ടൻ എന്താന്ന് വെച്ചാൽ ഈ ആസ്ട്രോ അങ്ങനത്തെ സംഭവങ്ങള് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ പേജസിൽ നിന്നും എല്ലാ ദിവസവും ഇങ്ങനെ വരാറുണ്ട്. ഇതാ ഇപ്പൊ തന്നെ ആമസോണിൽ നിന്ന് ആള് വന്ന് മധുചേട്ടനെ അതൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമേ ഇലക്ട്രോണിക് അത്രയൊക്കെ വാങ്ങാറുള്ളൂ അല്ലേ? എക്സ്പെൻസീവ് ആയിട്ട് ആരാ വാങ്ങുന്നത്? മധുചേട്ടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതിയൊരു ടൈമാണല്ലോ തന്ത വൈബ്. അതേപോലെ കൂടുതൽ തന്ത വൈബ് അല്ലെങ്കിൽ തള്ള വൈബ് ആയിട്ടുള്ളത് ആരാണ് വീട്ടിൽ? ആ ടൈം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടാ. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴഞ്ചൻ ചിന്തകളിലോടൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നത്. അതെന്താ ചേട്ടാ തന്ത വൈബായത്? തന്തയായല്ലോ, കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? അല്ല, എന്നാലും ചേച്ചിക്ക് മധുചേട്ടൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതേപോലത്തെ ചിന്താഗതിയിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന്? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കുളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഈ കാർപ്പറ്റ് മാറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ചവിട്ടാണ്ട് ചാടി അതുപോലെ എവിടെയും തൊടാതെ നേരെ പൂജാമുറി പോയി അങ്ങനെ ഭയങ്കര ശുദ്ധ നോക്കലും. ഓക്കെ, അത് ഉള്ളീന്ന് വന്നൊരു വിഷമായിരുന്നു ചേച്ചിയുടെ. കുറെ നാളായിട്ട് പറയണം വെച്ചിരുന്നത്. കൂട്ടത്തിൽ OCD ഉള്ള ആളാരാണ്? ഓഹോ, മധുചേട്ടൻ കുളി കഴിഞ്ഞാൽ മാത്രമേ മധുചേട്ടാ എന്തിലൊക്കെയാണ് OCD കൂടുതൽ? ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതവിടെ തിരിച്ചുകൊണ്ട് വെക്കണം, വൃത്തിയായി കിടക്കണം. ഒരു സാധനം മിഠായി കഴിച്ചാൽ പോലും അതിന്റെ കവർ അവിടെ പാടില്ല. ബെഡ്ഷീറ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് വിരിച്ചോണ്ടിരിക്കണം. ചേട്ടാ അതൊക്കെ വൃത്തിയാ ചേട്ടാ. അതെ, ചേട്ടാ താഴെയൊക്കെ ആക്കിട്ടാണോ ഫുഡ് കഴിക്കുക? കുറച്ചൊക്കെ അബദ്ധവശാൽ താഴെ വീഴുമല്ലോ, എന്നിട്ട് അത് എടുക്കാതെ പോവല്ലേ? ഞാൻ പേടിച്ച് അതുകൊണ്ട് ഞാൻ തന്നെ അത് പേടിച്ചിട്ടെടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൂട്ടത്തില് കുട്ടികളുടെ ഫേവറേറ്റ് ആരാണ്? ചേച്ചിയാണ്. പക്ഷെ ഇവിടെ ടോപ്പ് സിംഗറിൽ വരുമ്പോ മധുചേട്ടനാണല്ലോ. അമ്മയുടെ കുട്ടികളാണോ രണ്ടുപേരും? അതെ. മധുചേട്ടൻ അതിലൊരു ദുഃഖമുണ്ടോ? പിന്നില്ലാണ്ടില്ല, ഉറപ്പായിട്ടും. അത് അമ്മ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അമ്മയോട് ഒരു ഇഷ്ടം എന്നാണ് തോന്നുന്നത്? പൊതുവെ ആൺകുട്ടികൾക്ക് അമ്മയോടായിരിക്കും കുറച്ച് ഇഷ്ടം കൂടുതൽ. അതുകൊണ്ടല്ലേ ഇത് എല്ലാവരും. ഞാനൊരു മൂന്നാമതൊരു പെൺകുട്ടിയെ വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നു എന്നല്ലാതെ ഒരു പ്രയോജനം വന്ന ചോദ്യം ഇറങ്ങിപ്പോയി. മധുചേട്ടൻ ഉണ്ടാവാൻ പോകുന്ന പെങ്കൊച്ചിന് പേര് വരെ കണ്ടു വെച്ചിട്ടുണ്ട് ഇല്ലേ? ശരിയല്ലേ? അതെ അതെ. എന്താ പേരെന്നൊന്ന് പറയാം. ഭദ്ര. ദിവ്യക്കും അതായിരുന്നു ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാം, പേര് മാത്രം ആലോചിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. മൂത്തമോൻ കെട്ടാറായോ? കെട്ടാറായിട്ടുണ്ട്. ഇനിയിപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചേട്ടാ, കുഴപ്പമില്ല. അതെ. ഓക്കെ, ബെസ്റ്റ് സീക്രട്ട് കീപ്പർ ആരാണ് കൂട്ടത്തില്? രഹസ്യം പറഞ്ഞ അത് ആരോടും പറയാതെ സൂക്ഷിച്ച് വെക്കും ചേച്ചി തന്നെയാണ്. ചേച്ചിയാണ്. ഓക്കെ.